അപ്പോൾ അതെ ഞാൻ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നേക്കണ്ട. നമ്മളിത് ഇവിടെ സ്റ്റെയർ കേസ് സെറ്റ് ചെയ്യാൻ പോണേണ്ട. അപ്പോൾ ഈ സ്റ്റെയർ കേസ് സെറ്റ് ചെയ്യണം എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് പണി അറിയാവുന്നവർക്കുള്ള വീഡിയോ അല്ല, പണി പഠിക്കുന്നവർക്കുള്ള വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ സ്റ്റെയർ സെറ്റ് ചെയ്യാൻ പോണ സ്ഥലത്ത് അവിടെ ഭിത്തി തേച്ചിട്ടൊന്നുമില്ല കേട്ടോ. നമുക്ക് അവിടെ വെച്ച് വരച്ച് നോക്കാനോ ഒന്നും പറ്റില്ല, ഒരു ക്ലിയർ അല്ലാത്തൊരു ഭിത്തിയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഭിത്തിയിൽ വരച്ചൊന്നും നോക്കുന്നില്ല. നമ്മളിത് നേരെ അതിൻ്റെ അളവെടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്യണം, പൈപ്പെല്ലാം കട്ട് ചെയ്യണം. നമ്മളത് എങ്ങനെ അവിടെ നിന്ന് അളവെടുക്കാണ്ട് അവിടെ വരച്ച് നോക്കാണ്ട് ഇതിൻ്റെ ടേപ്പർ കാര്യങ്ങൾ ഇതെങ്ങനെ കട്ട് ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ ലാസ്റ്റ് പറഞ്ഞ് മനസ്സിലാക്കി തരാം. പിന്നെ ചുമ്മാ അങ്ങോട്ട് സ്റ്റെപ്പ് സെറ്റ് ചെയ്യണമില്ല, നമ്മൾ ഉദ്ദേശിക്കുന്ന റൈസും ത്രെഡും എല്ലാം കറക്റ്റായിട്ട് നമുക്ക് കിട്ടണം. പിന്നെ ടൈലെല്ലാം വിരിച്ച് കഴിയുമ്പോൾ സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നിടത്തും അവസാനിക്കുന്നിടത്തും ഒരു മാറ്റവും വരാൻ പാടില്ല, എല്ലാ റൈസും കറക്റ്റ് ആയിരിക്കണം. അപ്പോൾ അതെ നമുക്കിതുകൊണ്ട് അവിടെ വെച്ച് നോക്കാട്ടോ, ഇത് കറക്റ്റ് ആണോ ഇല്ലെന്ന് ഞാൻ കാണിച്ചത്. പിന്നെ വേറൊരു കാര്യമുള്ളതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പണിതുകൊണ്ടിരിക്കുന്ന സ്റ്റെയർ കേസിൽ ഇരുമ്പിൻ്റെ ഒരു ഭാഗം പോലും പുറത്ത് കാണില്ല, കംപ്ലീറ്റ് വുഡ് വെച്ച് പൊതിയാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ അതെ നമ്മളിതേ ഫസ്റ്റ് പീസ് എടുത്തുകൊണ്ട് പോകണ്ട. ഈ സാധനം നമുക്ക് അവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് സ്റ്റെയർ അടിക്കാൻ തുടങ്ങാം. നമുക്ക് ആ ടേപ്പർ കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയിരിക്കുള്ളൂ. അതെങ്ങനെ അത് വന്നു എന്നുള്ളത് നമ്മളിവിടെ വരച്ച് നോക്കാണ്ട് എങ്ങനെ അത് വന്നു എന്നുള്ളത് ഞാൻ ലാസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം, അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ അതെ നമ്മൾ 2 സ്ട്രിങ്ങറും ചാരി വെച്ചിട്ട് അതിൻ്റെ ടോപ്പ് വാട്ടർ ലെവൽ ഒപ്പിക്കണം കേട്ടോ. നമ്മളിതിപ്പോൾ വാർക്കയുടെ ടോപ്പിൽ നിന്ന് 1 ഇഞ്ച് നേരെ പൊക്കി വെച്ചേക്കാണ്. അപ്പോൾ ഇതുപോലെ 1 ഇഞ്ച് പൊക്കി വെച്ചാൽ മാത്രമേ നമ്മുടെ സ്റ്റെപ്പ് സ്ട്രിങ്ങറിൻ്റെ ഉള്ളിൽ പോകത്തുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റെപ്പ് പുറത്തോട്ട് ചാടി നിൽക്കും. പക്ഷേ ഇവിടെ അങ്ങനെ ചാടി ഒന്നും നിൽക്കാൻ പാടില്ല എന്നുള്ളത് നിർബന്ധമുള്ള കേസാണ്. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ തന്നെ കിട്ടുന്ന രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്ത് പോണത്. അപ്പോൾ ദേ ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും, ഓരോ റൈസിൻ്റെ മെഷർമെൻറ്റ് വന്നേക്കണം 157 mm ആണ്. അതെല്ലാ സ്റ്റെപ്പിലും ഒരേപോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ കാണുന്നുണ്ട് സ്പിരിറ്റ് ലെവൽ ചെയ്യുമ്പോൾ ഒരു ചെറിയ ഗ്യാപ്പ് കാണണ്ട മുകളിലത്തെ സ്റ്റെപ്പായിട്ട്. അതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗ്യാപ്പിൽ നമ്മൾക്കൊരു വുഡ് വരുന്നുണ്ട്, റൈസ് വുഡ് വെച്ച് കവർ ചെയ്യുന്നുണ്ട്. ആ വുഡിൻ്റെ കനം കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സത്യത്തിൽ ഇത് എനിക്കും വരച്ച് നോക്കാതെ എനിക്കും ചെയ്യാൻ പറ്റത്തില്ല, ഇങ്ങനെ ഇത്ര ക്ലിയർ ആയിട്ട് എനിക്കും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഇവിടെ ഈ ഭിത്തിയിൽ വരക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ വരച്ച് നോക്കി, നമ്മളുടെ വീട്ടിലിരുന്ന് നമ്മൾ വരച്ച് നോക്കിയിട്ടാണ് ഒന്ന് സെറ്റ് ചെയ്തത്. അപ്പോൾ അതുപോലെ നിങ്ങൾ വീട്ടിലിരുന്ന് വരച്ച് നോക്കിയിട്ട് അതിൻ്റെ മെഷർമെൻറ്റ് ജസ്റ്റ് മൊബൈലിലോ ഒരു പേപ്പറിൽ നോട്ട് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്ന് നമുക്ക് മാർക്ക് ചെയ്തിട്ട് നേരെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പരിപാടി തീരുമെന്ന് പറഞ്ഞാൽ കണ്ടു നിൽക്കണവർക്കും തോന്നുക ഇവനാൾ കൊള്ളാലോ എന്ന് വിചാരിക്കും. അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, ഇത് പണി അറിയാവുന്നവർക്കുള്ള വീഡിയോ അല്ല, പണി പഠിക്കുന്നവർക്കുള്ള വീഡിയോ ആണ്. പിന്നെ ഈ സ്റ്റെപ്പിന് ഉപയോഗിച്ചാണ് സ്ക്വയർ ട്യൂബിൻ്റെ സൈസ് കണ്ടിട്ട് ആരും പറയണ്ട, ഇത് ബെൻഡാകുമെന്നൊന്നും പറയണ്ട. ഇത് 2 mm തിക്നെസ് ഉള്ള ടാറ്റയുടെ GI പൈപ്പാണ്. ഇപ്പോൾ നമ്മൾ ലാസ്റ്റത്തെ സ്റ്റെപ്പ് വെച്ച് ലാസ്റ്റത്തെ സ്റ്റെപ്പിൻ്റെ മുകളിൽ നിന്ന് 145 mm ആണ് ഇപ്പോൾ വാർക്കയുടെ ടോപ്പ് വരെ വന്നേക്കണത്. ഈ സ്റ്റെപ്പിൻ്റെ മുകളിൽ 1.5 cm വുഡ് വരും, അപ്പോൾ 130 mm ആവും. പിന്നെ ഒരു 2.7 തേപ്പും ടൈലേനവും വരും. അങ്ങനെ 157 mm ഫിനിഷിങ്ങിൽ കിട്ടും. അത് തന്നെയാണ് നമ്മൾ ഉദ്ദേശിച്ച റൈസും. എല്ലായിടത്തും ഒരേപോലെ 157 mm കിട്ടണം. അപ്പോൾ ഇതാണ് ഞാൻ പറയുന്നത്, നമ്മൾ സൈറ്റിൽ അളവെടുത്തുന്നതിന് നമ്മുടെ ടെറസിൻ്റെ മുകളിൽ മാർക്ക് ചെയ്യുക. അതായത് ഹൈറ്റും ലെങ്ത്തും എടുത്തുകൊണ്ടിരിക്കുക. എന്നിട്ട് നമ്മൾ ഹൈറ്റ് ഈക്വൽ ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള റൈസ് എത്രയാണോ അത് ഹൈറ്റ് ഈക്വൽ ചെയ്തിട്ട് അതും മാർക്ക് ചെയ്യുക. പിന്നെ ലെങ്ത്ത് ഈക്വൽ ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള ത്രെഡ് എത്രയാണോ അതും മാർക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഏറ്റവും അവസാനത്തെ 2 സ്റ്റെപ്പും ഏറ്റവും ആദ്യത്തെ 2 സ്റ്റെപ്പും മാത്രമേ നമ്മൾ മാർക്ക് ചെയ്ത് നോക്കിയിട്ടുള്ളൂ. എന്നിട്ട് നമ്മൾ 2 സൈഡിലും ഒരേ ലൈൻ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമ്മൾ ഏത് സെക്ഷൻ ഉപയോഗിച്ചാലാണ് നമ്മളെ ത്രെഡ് പുറത്ത് വരാതിരിക്കുന്നത്, അതായത് സ്റ്റെപ്പ് പുറത്തോട്ട് ചാടി നിൽക്കാതിരിക്കാൻ ഏത് സെക്ഷൻ ഉപയോഗിക്കണം എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ ഈ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മളെ ചാനലൊന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്, നമ്മളെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത്, ഒരു കമൻറ്റും തരാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരണ്ടാന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ.